അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് സശ്രദ്ധം എന്നെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ കുഞ്ഞാടിന്റെ കല്യാണത്തെക്കുറിച്ച് നാം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ യഹൂദ സിസ്റ്റം നാം തിരിച്ചറിയണം. യഹൂദ സിസ്റ്റം അനുസരിച്ച്, അവരുടെ കസ്റ്റം അനുസരിച്ച് എങ്ങനെയാണ് അവർ വിവാഹങ്ങൾ ക്രമീകരിക്കുന്നതെന്നും അതും കുഞ്ഞാടിന്റെ കല്യാണവുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫാക്റ്റുകളാണ് ഈ സമയത്ത് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. കെദൂസിൻ, നിസുൻ എന്നീ രണ്ട് കാര്യങ്ങളാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കെദൂസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെട്രോത്തലാണ്. നിസുൻ എന്ന് പറഞ്ഞാൽ അത് വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായി വിവാഹ സിസ്റ്റത്തെ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് തിരിക്കുമ്പോൾ ഈ ബിട്രോത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനമായി 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്: 1 കെതൂബയാണ്, 2 മൊഹർ, 3 മിക്വ, 4 വെഡിങ് റിങ്. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബിട്രോത്തലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നിസുനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹ സംബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ചിന്തകൾ നിങ്ങൾക്ക് നഷ്ടമായി തീരില്ല എന്ന ഉറപ്പോടുകൂടെ ഇത് ചിന്തിക്കുവാനും പഠിക്കുവാനും ശ്രദ്ധിക്കാനും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നാം കാണുന്നത് കെതൂബ എന്ന വാക്കാണ്. കെതൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് കോൺട്രാക്ട് എന്നാണ്. ഒരു യഹൂദ പുരുഷൻ യഹൂദ സ്ത്രീയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യഹൂദ പുരുഷനും അവന്റെ വീട്ടുകാരും സ്ത്രീയുടെ വീട്ടിൽ കടന്നു ചെന്ന് അവരുമായി സംസാരിച്ച് പരസ്പര ധാരണയിലെത്തിയ ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് കെതൂബ. ഇറ്റ്സ് എ മാരേജ് കോൺട്രാക്ട്. ഈ കോൺട്രാക്റ്റിൽ പ്രധാനമായും പറഞ്ഞിരിക്കും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, വധുവും വരനും അനുഷ്ഠിക്കേണ്ട അവരുടെ കടമകൾ, അവർ നിർവഹിക്കേണ്ടതായ ബാധ്യതകൾ, ഇതെല്ലാം അതിൽ പറഞ്ഞിരിക്കും. ഇത് ഉണ്ടാക്കിയതിനു ശേഷം ഈ ഇരു വീട്ടുകാരും അതിൽ സൈൻ ചെയ്ത് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തിരുവചന അടിസ്ഥാനത്തിൽ യഹൂദ കസ്റ്റം അനുസരിച്ച് ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ മണവാട്ടിയായി കുഞ്ഞാടിന്റെ കാന്തയായി തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അവൻ ഒരു കോൺട്രാക്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു എന്നിരിക്കെ അതിനെ നാം വിളിക്കുന്ന പേരാണ് ന്യൂ കവനന്റ് എന്ന്. ആ കവനന്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അനുസരിക്കേണ്ടത്, ഞാൻ അനുസരിക്കേണ്ട എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, കടമകൾ എല്ലാം തന്നെ. ഈ ഉടമ്പടികൾക്ക് ശേഷം രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് മൊഹർ എന്നൊരു കാര്യമാണ്. മൊഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിങ് വാല്യൂ എന്നുള്ളതാണ്. ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ സ്ത്രീധനം എന്നൊക്കെ പറയും. ആ വാക്ക് ഉച്ചരിക്കുന്നത് തന്നെ തെറ്റാണ്. ശരിക്കും സ്ത്രീയാണ് ഒരു ധനം, അതിൽ കൂടുതൽ വേറൊരു ധനം നമുക്ക് ലഭിക്കാനില്ല. ഈ മൊഹർ എന്ന് പറയുന്നത് പർച്ചേസിങ് വാല്യൂ ആണ്. ഈ പർച്ചേസിങ് വാല്യൂ കൊടുക്കുന്നത് പുരുഷന്റെ വീട്ടുകാർ, വരന്റെ വീട്ടുകാർ ആ വധുവിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ആ ഒരു ദ്രവ്യം അല്ലെങ്കിൽ വിലപിടിച്ച എന്തുമാകാം, അതിനെ വിളിക്കുന്ന പേരാണ് മൊഹർ എന്ന്. അത് പണമാകാം, വസ്തുവാകാം, വിലപിടിച്ച മറ്റെന്ത് സാധനങ്ങളുമാകാം. ഈ മൊഹർ കൊടുക്കുന്നതോടുകൂടിയാണ് ആ കെതൂബ സ്ഥാപിതമാകുന്നത്. എനിക്ക് വേണ്ടി എന്നെ അവന്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കാൻ, കാന്തയായി തീർക്കാൻ ഇഷ്ടം തോന്നിയപ്പോൾ ആ യേശു എനിക്ക് വേണ്ടി കൊടുത്ത പർച്ചേസിങ് വാല്യൂ എന്ന് പറയുന്നത് സ്വന്തം രക്തമാണ്. ഒരിക്കലും തീർക്കാൻ പറ്റാത്ത, വിലമതിക്കാനാവാത്ത ഒരു പർച്ചേസിങ് വാല്യൂ എന്നെ വീണ്ടെടുക്കാൻ അവൻ കൊടുത്തപ്പോൾ അതിന് ബാധ്യസ്ഥരായി, യോഗ്യരായി കെതൂബ അനുസരിച്ച് ജീവിപ്പാനുള്ള കൃപയും പ്രാപ്തിയും ദൈവത്തോട് ചോദിക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 20-28 വാക്യത്തിൽ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്: നിങ്ങളെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ. ഈ വാക്കിൽ നിന്നും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്വന്തം രക്തത്താലാണ് ഈ മണവാട്ടിയാകുന്ന സഭയെ അവൻ സമ്പാദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ യേശു കൊടുത്ത പർച്ചേസിങ് വാല്യൂ എന്ന് പറയുന്നത് അവന്റെ തന്നെ സ്വന്തം രക്തമാണ്. അതിനേക്കാൾ വിലമതിക്കുന്ന ഒന്ന് എന്നെ വീണ്ടെടുക്കാൻ അവന് തരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അതിന് അനുയോജ്യമായി ഈ കെതൂബ അനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ മൊഹർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മിക്വ എന്ന് പറയും. മിക്വ എന്ന് പറഞ്ഞാൽ കുളി എന്നാണ് ആ വാക്കിനർത്ഥം. നാം സാധാരണ പല സമുദായങ്ങളിലും കണ്ടുവരുന്നത് പോലെ തന്നെ വിവാഹത്തിന് മുൻപ് കുളിക്കുന്ന ഒരു പതിവുണ്ട്. ആ വധുവിനെ കുളിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. ആ പതിവിനെയാണ് നാം മിക്വ എന്ന് പറയുന്നത്. യഹൂദ സിസ്റ്റം അനുസരിച്ചും ഈ മൊഹർ കഴിഞ്ഞാൽ അടുത്തത് ആ വധുവിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തിരുവചന അടിസ്ഥാനത്തിൽ ഇത് സ്നാനത്തെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ
യേശു തിരഞ്ഞെടുത്ത് മൊഹർ കൊടുത്തു കഴിഞ്ഞാൽ, പർച്ചേസിംഗ് വാല്യൂ കൊടുത്തു കഴിഞ്ഞ് അവനെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ അടുത്തത് മിക്വയാണ്. അതാണ് യഹൂദ സിസ്റ്റം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്. മിക്വ എന്ന പദത്തിന്റെ അർത്ഥം കുളി എന്നാണ്, വാട്ടർ ബാപ്റ്റിസം എന്നാണ് അതിന്റെ യഥാർത്ഥ മീനിങ് വരുന്നത്. അപ്പോൾ ഒരു മിക്വ ഇല്ലാതെ ആ വരന്റെ അവകാശത്തിലേക്കും അധികാരത്തിലേക്കും ആ വധുവിന് കടന്നു ചെല്ലാൻ കഴിയുകയില്ല എന്ന് യഹൂദ സിസ്റ്റം പഠിപ്പിക്കുമ്പോൾ തിരുവചനവും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിന് അനുയോജ്യമായ വിധത്തിൽ ക്രിസ്തീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മിക്വ കഴിഞ്ഞാൽ അടുത്തത് ഒരു എൻഗേജ്മെന്റ് റിങ് കൈമാറുക എന്നുള്ളതാണ്. അത് വധുവിന്റെ കയ്യിലേക്ക് വരൻ അണിയിച്ചു കൊടുക്കുകയാണ് പതിവ്. ഇത് അണിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ഐഡന്റിറ്റി അതിൽ നിന്ന് തെളിയിക്കപ്പെടുകയാണ്. I am belongs to somebody. ഇനി അവൾക്ക് മറ്റൊരു പുരുഷനെ നോക്കുവാനോ മറ്റുള്ളവരുമായി ബന്ധപ്പെടുവാനോ കഴിയുകയില്ല. കാരണം ആ എൻഗേജ്മെന്റ് റിങ് അവളുടെ കയ്യിൽ ഉള്ളിടത്തോളം അവൾ മറ്റൊരാളുമായി ബന്ധപ്പെട്ട എൻഗേജ്മെന്റ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഇനി എൻ്റെ ആഗ്രഹം, എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ അടിയറവ് പറയേണ്ടത് മറ്റൊരു വ്യക്തിക്കാണ്. അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള സമയമാണ് ഇനി എന്ന് അവൾ ചിന്തിച്ചു തുടങ്ങും. ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് ഈ എൻഗേജ്മെന്റ് റിങ്? അതിനെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവെന്നാണ്. പരിശുദ്ധാത്മാവിനാണ് വീണ്ടെടുപ്പ് നാളിന് വേണ്ടി നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. യേശുക്രിസ്തു ഇഹലോകം വിട്ട് തന്റെ പുനരുദ്ധാനത്തിന് ശേഷം പോകുന്നതിന് മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യസ്ഥനെ ഞാൻ അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വരൻ വധുവിന്റെ കയ്യിൽ അണിയിച്ചു കൊടുക്കുന്ന ആ എൻഗേജ്മെന്റ് റിങ് തിരുവചന അടിസ്ഥാനത്തിൽ അത് ഹോളി സ്പിരിറ്റ് ആണ്. ആ ഹോളി സ്പിരിറ്റിനെ അവൻ തന്നിട്ടാണ് അവൻ പോയിരിക്കുന്നത്. ഇത്രയും കാര്യാദികൾക്ക് ശേഷം വരൻ വധുവിന്റെ ഭവനത്തിൽ നിന്ന് മാറും. പിന്നീട് ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 1 വർഷത്തോളം ഗ്യാപ്പ് കുറഞ്ഞത് ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിനെ മറിയ കൺസീവ് ആകുന്ന സമയത്ത് യോസേഫുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പ് പീരീഡിലാണ് ദൂതൻ വന്ന് മറിയോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് യഹൂദന്മാരുടെ ഒരു സിസ്റ്റമാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഇത്രയും വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ക്രമീകരിച്ചിട്ടാണ് യേശു കടന്നുപോയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ട് ഒരു ടൈം ഗ്യാപ്പിലാണ് ഇപ്പോൾ നാം വന്നിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഇനി എന്തിനാണ് ഈ സമയപരിധി? ഈ സമയപരിധി പിതാവ് ആ വരന് വേണ്ടുന്നതായി അവകാശങ്ങളെ കൊടുത്ത് അവൻ ഒരു ഭവനം പണിയും. ആ ഭവനം പണിയാനുള്ള സമയപരിധിയാണ് ഏകദേശം 1 വർഷം എന്ന് പറയുന്നത്. അവന് സ്വന്തമായി താമസിക്കാനും കുടുംബത്തെ പോറ്റുവാനുമുള്ള കാര്യതകളെ ക്രമീകരിക്കാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സമയപരിധിയാണ് 1 വർഷം. അത് തീരുമ്പോൾ പിതാവ് പറയും, ഇനി നീ പോയി വധുവിനെ കൂട്ടിക്കൊണ്ടുപോരുക. യേശുക്രിസ്തുവും ഇഹലോകത്തെ ശുശ്രൂഷകൾക്ക് ശേഷം പുനരുദ്ധാനാനന്തരം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പോകുന്നത് നല്ലത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ് പറയുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തു നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വാഗ്ദത്ത വചനം പറഞ്ഞിട്ടാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം ഗ്യാപ്പ് നാം അനുഭവിക്കുമ്പോൾ, ഇതിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ഒരു ഉറപ്പ് തിരുവചനം പറയുന്നത്, അവനും യഹൂദ സിസ്റ്റം അനുസരിച്ച്, മാര്യേജ് കൺസെപ്റ്റ് അനുസരിച്ച് അവനും പോയിട്ടുള്ളത് ഒരു ഭവനം പണിയാൻ വേണ്ടിയാ. അതിന്റെ പൂർത്തീകരണം നടന്നു കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും, കാന്തയാകുന്ന മണവാട്ടിയാകുന്ന എന്നെ ചേർക്കാൻ. ഇനി അതിന് അധികം സമയമില്ല. വരേണ്ടവൻ മണവാളനായി എത്രയും വേഗം തിരിച്ചു വരും. ആ സമയത്തെക്കുറിച്ച് വധുവിനും വധുവിന്റെ വീട്ടുകാർക്കും അറിയുകയില്ല. എന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞു പോയോ അന്നു മുതൽ അവൾ ഒരുക്കപ്പെട്ടിരിക്കും. ഏത് നിമിഷവും പിതാവിന്റെ വാക്കനുസരിച്ച് വെളിപ്പെടുന്ന ആ പുത്രന്റെ വരവിനെ കാത്തുകൊണ്ട്. ഈ ടൈം ഗ്യാപ്പിൽ വരൻ പോയി തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള വാസസ്ഥലം ഒരുക്കാൻ ക്രമീകരിക്കുമ്പോൾ വധുവിനും അവളുടേതായ കടമകളുണ്ട്. അവളുടെ കടമ എന്ന് പറയുന്നത് ഈ വരൻ ഏത് സമയത്തും കടന്നു വരും എന്ന് അവൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ വിവാഹത്തിന് വേണ്ടിയുള്ള വസ്ത്രം അവൾ തന്നെ അവളുടെ ഭവനത്തിലിരുന്ന് നെയ്യും. ഈ ഓരോ അഴി നെയ്യുമ്പോഴും അവളുടെ ചിന്താഗതി, എൻ്റെ വരൻ ഇന്ന് വേണമെങ്കിലും വരാം, പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരുന്ന് അവൾ തന്നെ നെയ്തെടുക്കുന്ന വിവാഹ വസ്ത്രമാണ് അവൾ അവളുടെ വിവാഹത്തിൽ അണിയുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വധു വിവാഹ സമയത്തിന് വേണ്ടി ഒരുക്കുന്നത്. ഒന്ന്, അവൾ തന്നെ നെയ്തെടുക്കുന്ന ഒരു വിശേഷ വസ്ത്രം. 2, അവൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്വച്ഛ ജഡമാംസാദി തൈലം സൂക്ഷിക്കുന്ന ഒരു ഭരണി. വരൻ വരുന്ന സമയത്ത് ഈ ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിക്കും.
അനുഭവിക്കും. അവൾ തന്നെ നെയ്തെടുത്ത ആ വിശേഷ വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ആ വരനെ അവൾ സ്വീകരിക്കുന്നത്. അതാണ് വെളിപ്പാട് 19 നാം വായിച്ചത്. അതിന്റെ 8-ാം വാക്യം ഇപ്രകാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്: അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അപ്പോൾ ഈ ടൈം പീരീഡിൽ വധു ഉണ്ടാക്കുന്ന വസ്ത്രത്തിന്റെ പ്രത്യേകത അത് ശുദ്ധമാണ്, അത് ശുഭ്രമാണ്, അത് വിശേഷതയുള്ളതാണ്, അത് നീതി പ്രവർത്തികളാണ്. ഇതൊരു യഹൂദ സിസ്റ്റമാണെങ്കിൽ ആ സിസ്റ്റം അനുസരിച്ച് സഭയെ കേന്ദ്രീകരിച്ച് കുഞ്ഞാടിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട ഒരു വലിയ പാഠം, ഈ ടൈം ഗ്യാപ്പിൽ എൻ്റെ ഡ്യൂട്ടി, ഞാൻ ക്രിസ്തുവിനെ സ്വീകരിപ്പാനായി ആ സമയം അടുത്ത് വരുമ്പോൾ ഞാൻ അണിയേണ്ട വസ്ത്രം ഞാൻ തന്നെ നെയ്തെടുക്കണമെന്നുള്ളതാണ്. അത് എത്രമാത്രം നീതിപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കാമോ അത്രമാത്രം അന്നത് ശോഭിക്കപ്പെടും. എത്രമാത്രം സമയം ഞാൻ എൻ്റെ വസ്ത്രത്തിന് വേണ്ടി കൊടുക്കുന്നുവോ അത്രമാത്രം തേജസ്സുള്ള അനുഭവത്തിലേക്ക് അന്ന് ഞാൻ മാറും. അതുകൊണ്ട് സമയം നഷ്ടമാക്കാതെ എൻ്റെ വിശേഷ വസ്ത്രം നെയ്തെടുക്കുവാൻ, അത് ശുദ്ധമുള്ളതായി ശുഭ്രമുള്ളതായി അന്ന് തെളിയിക്കപ്പെടാൻ ഇന്ന് നിങ്ങൾ നെയ്തു തുടങ്ങ്. സമയം ഇനി അധികമില്ല. അതുകൊണ്ട് നാം സന്തോഷിച്ച് ഉല്ലസിക്കേണ്ട സമയം അടുത്തു വരുന്നു. കുഞ്ഞാടിന്റെ കല്യാണം അടുത്തു വരുമ്പോൾ നാം മറന്നു പോകരുത്. ഇതുപോലെ ഒരു യഹൂദ സിസ്റ്റം നമുക്ക് പുറകിൽ വെച്ചിട്ടാണ് ദൈവം ഇതെല്ലാം നമ്മോട് സംസാരിക്കുന്നത്. 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്: അതുകൊണ്ട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരാണോ? എനിക്ക് തന്ന ബോധ്യത്തിൽ ഞാൻ പറയും, ഞാൻ ക്ഷണിക്കപ്പെട്ടവനല്ല. കാരണം ആരെയാണ് കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? ബന്ധുമിത്രാദികളെയും ചർച്ചക്കാരെയും വേണ്ടപ്പെട്ടവരെയും കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ച് അവർ കല്യാണ സദ്യക്ക് വേണ്ടി വന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകുന്നവരാണ്. എന്നാൽ ക്ഷണിക്കപ്പെടാതെ വിവാഹത്തിന് എത്തുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. അതാരാണെന്ന് അറിയാമോ? അത് വധുവാണ്. ആ വധു ക്ഷണിച്ചിട്ടല്ല കടന്നു വരുന്നത്, അവൾ കടന്നു വരുന്നത് അവൻ അവളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ വന്നു വീണത് ഒരു ക്ഷണമല്ല, ഒരു തിരഞ്ഞെടുപ്പ. ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ ഭാഗവാക്കാകുന്നത് ക്ഷണനത്തിലല്ല, തിരഞ്ഞെടുപ്പിലാണ്. ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നാം ഭാഗ്യവാന്മാരല്ല, നാം മഹാഭാഗ്യശാലികളാണ്. അതുകൊണ്ട് നല്ല മണവാട്ടികളായി നമുക്ക് ക്രിസ്തുവിനോട് ചേരാൻ, അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വിശുദ്ധിയിലും വേർപാടിലും നീതി പ്രവൃത്തികളിലൂടെയും നമ്മുടെ വസ്ത്രത്തെ നെയ്തെടുത്തുകൊണ്ട് സുഖകരമായ സന്തോഷകരമായ ആനന്ദം അനുഭവിക്കുന്ന ആ കല്യാണത്തിൽ ഭാഗവാക്കുകളാകുവാൻ, ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വലിയ കാഹളത്തോടും ആരവത്തോടും കൂടിയാണ് ഈ മണവാട്ടിയെ മണവാളൻ എതിരേൽക്കാൻ കടന്നു വന്ന് വിവാഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചുപ്പ എന്ന് പറയുന്ന 4 കാലുകൾ കെട്ടി അതിന് കീഴെ നിർത്തിയാണ് ഇവർ വിവാഹകാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇതുപോലൊരു ചുപ്പ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടും. വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് സകലരെയും കൂട്ടിവരുത്തി ഒരു വിവാഹ വിരുന്ന് ദൈവം ഒരുക്കി വെക്കുമ്പോൾ അതിന് മണവാട്ടികളായി തിരഞ്ഞെടുക്കപ്പെട്ട അവകാശികളായി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ദൈവം നൽകി തരട്ടെ. ഈ ജീവിതത്തിലെ കഷ്ടത്തിനും നിന്ദകൾക്കും പരിഹാസങ്ങൾക്കും കണ്ണുനീരും എല്ലാം അപ്പുറത്ത് എൻ്റെ മണവാളനാകുന്ന ക്രിസ്തുവിനെ അംഗീകരിപ്പാൻ, എതിരേൽക്കാൻ ഇനി അധികം സമയം വൈകുകയില്ല. ഞാൻ അണിയുന്ന ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം എൻ്റെ നീതിപ്രവർത്തികൾ കൊണ്ട് ഞാൻ നെയ്തെടുത്ത് അവൻ്റെ മാർവിലേക്ക് ഞാൻ ചേരുന്ന സമയം ഇനി അതിവിദൂരമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ ഒരുങ്ങാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.